അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. അന്തിമഹാകാളൻകാവ് വേല മഹോത്സവം പങ്ങാരപ്പള്ളി ദേശത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറും. 15-ാം തീയതി ശനിയാഴ്ച രാത്രി 7 മണിക്ക് ജ്യോതിദാസ് ഗുരുവായൂർ, തിരുവില്ലാമല ഹരി, ഹരികൃഷ്ണൻ ഗുരുവായൂർ എന്നിവർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 16-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6:30-ന് നിവേദ്യം കിള്ളിമംഗലത്തിന്റെ തിരുവാതിരക്കളി, 7 മണിക്ക് കലാമണ്ഡലം പ്രസന്നയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, വേല ദിവസം വൈകുന്നേരം 4:30 മുതൽ കുനിശ്ശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം എന്നീ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് PK സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെ മുതലാണ് പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ ആദ്യത്തെ ചുറ്റുവിളക്ക് പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെയാണ് നാളെ വൈകുന്നേരം സോപാന സംഗീതമാണ് 7 മണിക്ക്. ഗുരുവായൂർ ജ്യോതിദാസ്, തിരുവില്ലാമല ഹരി, ഗുരുവായൂർ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 പേരുടെ സോപാന സംഗീതമാണ്. ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ ചുറ്റുവിളക്ക് തന്നെയാണ്. അന്ന് വൈകുന്നേരം ഈ നിവേദ്യം കിള്ളിമംഗലം പറഞ്ഞിട്ടുള്ളൊരു ട്രൂപ്പിൻ്റെ തിരുവാതിര കളി, അത് കഴിഞ്ഞിട്ട് നൃത്തസന്ധ്യയാണ് കലാമണ്ഡലം പ്രസന്ന ടീമിൻ്റെ. പിന്നെ നമ്മുടെ 6-ാം ദിവസമാണ് പിന്നത്തെ ഒരു ചുറ്റുവിളക്ക് വരുന്നത്. അത് പ്രകാശൻ മൊടാക്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലങ്ങളായിട്ട് മൂപ്പരിൻ്റെ ജനം നമ്മുടെ ദേശക്കാരൻ തന്നെയാണ്, അങ്ങവരുടെയാണ് ചുറ്റുവിളക്ക്. അന്ന് വൈകുന്നേരം 7 മണിക്ക് കഥാപ്രസംഗമാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ അമ്പലപ്പറമ്പുകളിലും ഒക്കെ അന്യം നിന്ന് പോകുന്നൊരു കലയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കഥാപ്രസംഗം എവിടെയും കേൾക്കില്ല. അപ്പോൾ കഥാപ്രസംഗത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളിനെ ഇടക്കൊച്ചി സലീം കുമാർ, നമ്മുടെ സംഗീത സംവിധായകൻ MK അർജുനൻ്റെ ചേട്ടൻ്റെ മകനും കൂടിയാണ്. ഇടക്കൊച്ചി പ്രഭാകരൻ എന്ന് പറഞ്ഞ് സാംബശിവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ എന്താ പറയുക കഥാപ്രസംഗ കലയുടെ ഒരു ആചാര്യനായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ. അയാളുടെ മകനാണ് ഇടക്കൊച്ചി സലീം കുമാർ. വ്യാസപ്പെരുമ എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ് 7 മണിക്ക് അന്ന് 6-ാം ദിവസം അത് നടത്തുന്നത്. പിന്നെ അതാത് ദിവസങ്ങളിൽ പിന്നെ ബാക്കിൻ്റെ ഇടയിലൊക്കെ ഓരോ ദേശങ്ങളുടേതായി. പിന്നെ വേലയുടെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വെടിക്കെട്ടാണ്. വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇനി കോടതിയിൽ നിന്ന് അനുമതി കിട്ടുന്ന മുറയ്ക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ 5 ദേശവേല കമ്മിറ്റിയുടെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെയും തീരുമാനം. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.